ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുട്ടീനോ. ഇന്നൊരു സിമ്പിൾ ക്രോഷറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോഷറ്റ് ക്യാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്ലിപ്പ് നോട്ട് ഇടുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ 4 ചെയിൻ ചെയ്യുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്യുന്നു, പിന്നീട് സെക്കൻഡ് ചെയിൻ ചെയ്യുന്നു, തേർഡ് ചെയിൻ ആൻഡ് ഫോർത്ത് ചെയിൻ. അങ്ങനെ 4 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിനിലൂടെ എന്ത് ചെയ്യുന്നു, ഇത് യാൺ ഓവർ ചെയ്തെടുത്ത് അവിടെ ഒരു റിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു റിംഗ് കണ്ടു, ഒരു ചെറിയ ഒരു ഹോൾ അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടുത്ത സ്റ്റിച്ചൊക്കെ ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയിൻ ഒന്നുകൂടെ ചെയ്തെടുക്കുക. ഒരു ഹൈറ്റ് കിട്ടാനായിട്ടാണ് 2 ചെയിൻ ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ കണ്ട ആ ഹോളില്ലേ, അതിലൂടെ ആയിരിക്കും ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, അങ്ങനെ നമ്മൾ 10 ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്തെടുക്കണം. ആ ഒരു ഹോളിലൂടെ, സെയിം ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തം നമുക്ക് എന്ത് കിട്ടും, 10 സ്റ്റിച്ചസുകൾ കിട്ടും. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് ഡബിൾ ക്രോഷേ, അങ്ങനെ 10 എണ്ണം ചെയ്തെടുക്കുക. അങ്ങനെ 10 ഡബിൾ ക്രോഷേക്ക് ശേഷം ഈ ഒരു നോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് യാൺ ഓവർ ചെയ്തെടുത്തിട്ട് ആ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ നെക്സ്റ്റ് റോയ്ക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ സെയിം സ്റ്റിച്ചിലൂടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 തവണ നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ക്രോഷേ ചെയ്യും. അങ്ങനെ നമുക്ക് 20 സ്റ്റിച്ചസ് മൊത്തം കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ 10 സ്റ്റിച്ചസ് ആണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 20 സ്റ്റിച്ചസ് കിട്ടും. കാരണം ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ നിന്ന് 2 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും സെക്കൻഡ് റോയിലേക്ക്. അപ്പോൾ 20 സ്റ്റിച്ചസ് മൊത്തം കിട്ടും. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നേരത്തെ ചെയ്ത പോലെ നമ്മൾ യാൺ ഓവർ ചെയ്ത ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കുക. നെക്സ്റ്റ് റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ എഗെയിൻ 2 സ്റ്റിച്ചസ് ആദ്യം ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഡബിൾ ക്രോഷയിലേക്ക് കടക്കുക. 2 ചെയിൻ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിലൂടെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഈ തേർഡ് റൗണ്ടിൽ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്ന തരത്തിലായിരിക്കും ചെയ്യുന്നത്. ഇനി ആ സെയിം സ്റ്റിച്ചിലൂടെ നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അപ്പോൾ ഈ തേർഡ് റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ്, ഒരു ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്നുള്ള ടൈപ്പിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ആ തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ തേർഡ് റൗണ്ടിൽ നമുക്ക് 30 സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയും തോറും നമുക്ക് എന്ത് ചെയ്യുന്നു, 10 വീതം സ്റ്റിച്ചസ് കൂടി വരും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 10 സ്റ്റിച്ച് ആണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് 20 സ്റ്റിച്ചസ് ആണ്. തേർഡ് റൗണ്ടിൽ നമുക്ക് 30 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്റ്റിച്ചസിൻ്റെ കൗണ്ട് എണ്ണി നോക്കി നമ്മൾ ചെയ്തത് ശരിയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ റൗണ്ട് എൻക്ലോസ് ചെയ്യുന്ന, പുതിയ റൗണ്ട് തുടങ്ങുമ്പോൾ 2 ചെയിൻ ചെയ്യുന്നു. ഇത് 4th റൗണ്ടാണ്. 4th റൗണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്നുള്ള തരത്തിലാണ്. 2 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്നുള്ള തരത്തിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത റൗണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡബിൾ ക്രോഷേ, അതിനുശേഷം ഇൻക്രീസ്. പിന്നെ അതിനടുത്തുള്ള റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസ്. അങ്ങനെ ഓരോ റൗണ്ട് കഴിയും തോറും ഇനി എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷേ കൂട്ടി വരിക. അപ്പോൾ നമുക്ക് ആ ക്യാപ്പിൻ്റെ ഷേപ്പിൽ വരും. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് റൗണ്ടിൻ്റെ എണ്ണം നിശ്ചയിക്കാം. നമുക്ക് എത്രത്തോളം ക്യാപ്പ് വേണം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓരോ ചെയിനും എത്ര എണ്ണം വേണമെന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഓരോ ചെയിൻ ഇനി വരും തോറും ഓരോ ഡബിൾ ക്രോഷേ കൂടുമെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് സെയിം പാറ്റേൺ തന്നെയാണ്, ഡബിൾ ക്രോഷേ ഇങ്ങനെ കൂടി വരുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക. ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത്
സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് എൻക്ലോസ് ചെയ്യുക, പുതിയ റൗണ്ട് തുടങ്ങുക. പുതിയ റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയിൻ ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തു വരുന്നു. എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണമെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ റൗണ്ടിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി വരിക. അപ്പോൾ ഈ ക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ലെങ്ത്തിൽ എങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ 2 യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പുതിയ റൗണ്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പുതിയ യാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ പർപ്പിൾ കളറിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. യാണ് ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യിക്കാൻ. ഒരു പുതിയ റൗണ്ട് തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്യിക്കാൻ നമുക്കൊരു ആ ഒരു സർക്കിൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ്. കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ വലുതായി ചെയ്ത പോലെയൊക്കെ തോന്നും, പക്ഷെ ആകെ 2 സ്റ്റിച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടേതായ ഐഡിയാസിൽ നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കത് ഇടാനൊക്കെ ഒരു രസമായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാനിതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ അവസാനം ഒരു ഫൈനൽ ടച്ച് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൊടിക്കൈയൊക്കെ എടുത്തിട്ടു. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് നമ്മൾ ക്രോസറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ ലാസ്റ്റ് ഫൈനൽ സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ, അത് ഇതിന് അവസാനം ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഇതുപോലത്തെ നല്ല ഒരുപാട് ട്യൂട്ടോറിയൽസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക.